ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. മുട്ട പുഴുങ്ങാതെ നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? വളരെ ഈസിയും അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കുക. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവെല്ലാം നമ്മുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാളയെല്ലാം ചെറുതായൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ പഴുത്ത തക്കാളി ആയാൽ നമ്മുടെ കറിക്കിൽ പെട്ടെന്ന് അതൊന്ന് വെന്ത് വരും. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതേപോലെ അടപ്പുപയോഗിച്ച് അടച്ചു വെച്ച് തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കണം. ടർമറിക് പൗഡർ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മറ്റു പൊടികളും കൂടി ചേർക്കാം. ഇപ്പോൾ മഞ്ഞളൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഈ മസാലയെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാല ഒന്ന് നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒന്നുകൂടി വേവിക്കുക. മസാലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മതി. ഈ വെള്ളം നമ്മൾ പിന്നീട് വറ്റിച്ചെടുക്കും. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്നുകൂടി കവർ ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം എല്ലാം വറ്റി മസാലയെല്ലാം നല്ലതുപോലെ വെന്ത് തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നു. 1 കപ്പ് കോക്കനട്ട് മിൽക്കേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നല്ല തിക്കായിട്ടുള്ളതാണ് ആദ്യം ഒഴിച്ചത്. നമ്മൾ ഈ മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഈ തേങ്ങാപ്പാലൊന്ന് ചെറുതായൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരടപ്പ് വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചാറെല്ലാം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മുട്ട മതിയാവും. ഈ മുട്ട ഒന്ന് ചെറുതായൊന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടവും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഒന്നെല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ മഞ്ഞ പൊട്ടിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാനാണ്
ഒന്നുകൂടി ഒരല്പസമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം മുട്ടയെല്ലാം വെന്തു. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം മുട്ടയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള, മുട്ട പുഴുങ്ങ പോലും ചെയ്യാതെ നമുക്ക് വളരെ ടേസ്റ്റിയുള്ള ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.